ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിനൊരുങ്ങി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ടീമുകൾ ഇന്ന് പരിശീലനത്തിൽ ഇറങ്ങുമെന്നാണ് അറിയുന്നത്. താരങ്ങളെത്തി, കളമൊരുങ്ങി, സ്റ്റേഡിയം നിറക്കാൻ കാണികളും റെഡി. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് കൊട്ടിക്കലാശം. ആദ്യ 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര പിടിച്ചു കഴിഞ്ഞു. വിശാഖപട്ടണത്തെ 4ാം കളിയിലൂടെ ന്യൂസിലാൻഡിനും ആശ്വാസം. ഇനി ഇരു ടീമുകളുടെയും ലക്ഷ്യം അവസാന കളി ജയിച്ച ലോകകപ്പിന് ആത്മവിശ്വാസത്തോടെ ഇറങ്ങൽ. എല്ലാ കണ്ണുകളും നമ്മുടെ സ്വന്തം പയ്യൻ സഞ്ജു സാംസണിലേക്കാണ്. 10 വർഷമായി ഇന്ത്യൻ ടീമിന്റെ സർക്കിളിലുണ്ടെങ്കിലും ഇന്നേ വരെ സഞ്ജു സ്വന്തം നാട്ടിൽ ഒരു അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടില്ല. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും പ്രധാന മത്സരവും ഇതുതന്നെ. ആദ്യ 4 മത്സരങ്ങളിലും പരാജയപ്പെട്ട മലയാളി താരത്തിന് ലോകകപ്പിൽ പ്ലേയിങ് 11-ൽ സ്ഥാനം നേടണമെങ്കിൽ വമ്പൻ പ്രകടനം അനിവാര്യം. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ കളിക്കുന്നതിന്റെ ആവേശം ഉൾക്കൊണ്ട് സഞ്ജു തകർത്തടിക്കുമെന്ന് കരുതാം. മത്സരത്തിന്റെ ടിക്കറ്റുകളെല്ലാം ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട്. നമ്മുടെ ടിക്കറ്റിൻ്റെ സെയിൽ ഓപ്പൺ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് മുഴുവൻ സെയിലായി. അപ്പോൾ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും ടിക്കറ്റുകൾ തീരുന്നു എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്ന 5ാമത്തെ 2020യും ആകെ 7ാമത്തെ അന്താരാഷ്ട്ര മത്സരവുമാണിത്. കുട്ടി ക്രിക്കറ്റിൽ കാര്യവട്ടത്ത് തോറ്റിട്ടില്ലെന്ന കരുത്തുറ്റ റെക്കോർഡും ഇന്ത്യക്കുണ്ട്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.